കിച്ചൻസിലേക്ക് സ്വാഗതം. ഒരു റമദാൻ സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ബീഫ് റോളാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റെസിപ്പിയിലോട്ടൊക്കെ നമുക്ക് കടക്കാം. ബീഫ് റോൾ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 2 സവാളയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. സവാള കുറച്ചൊന്ന് വഴറ്റി വരുമ്പോഴേക്കും ആവശ്യത്തിന് പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് കണക്കായി ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കും. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. ഒരു സ്പൂൺ പെപ്പർ പൊടിയാണിത്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കും. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മസാലക്ക് പിടിച്ചു വരുന്നത് വരെ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ മസാല ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ടിയിട്ടുള്ള ബീഫാണിത്. ഞാനിവിടെ 200 ഗ്രാം ബീഫ് കുരുമുളകും മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് നന്നായി വേവിച്ചിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഈ ബീഫൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയും കരിവേപ്പിലയുമാണ്, അതും കൂടി ഒന്ന് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇനി ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ റോളിനുള്ള ബീഫ് മസാല ഇവിടെ നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ കൂട്ടിലേക്ക് കടക്കാം. ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് മൈദക്ക് ആവശ്യത്തിന് കണക്കായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി നമുക്കൊന്ന് ഇതിനെ അടിച്ചെടുക്കാം. ഇതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ റോൾ ചെയ്യാനുള്ള കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഇത്ര കുഴപ്പിൽ വേണം നമ്മൾ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി. ഇതിനെ നല്ലൊരു കട്ടിയുള്ള പാനിൽ വെച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിൻ്റെ ദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു കട്ടിയുള്ളൊരു പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ദോശ പാരുന്ന 1 സ്പൂണാണ് ഏകദേശം. ചെറിയ ദോശയാക്കിയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതുപോലെ നല്ല നൈസായിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടി. നമ്മുടെ ദോശ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാതെ നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഈ ദോശയിലോട്ട് നമുക്ക് സൈഡിലോട്ടായിട്ട് നേരത്തെ തയ്യാറാക്കിയ ബീഫ് മസാല ഇതുപോലെ വെക്കുക. എന്നിട്ട് മേലെ നിന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് സൈഡിൽ നിന്ന്
ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. ഈ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് റോൾ ചെയ്ത് എടുക്കേണ്ടത്. ഇതുപോലെ മസാല സെൻറ്ററിൽ സൈഡിൽ വെച്ച് സൈഡിൽ നിന്നും ഇവിടെ നിന്നും പ്രസ് ചെയ്ത് സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. ഈ ദോശക്കൂട്ട് ചൂടോടെ തന്നെ തയ്യാറാക്കിയിട്ട് വേണം ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടാൻ പ്രയാസമായിരിക്കും. ഇതുപോലെ ചെയ്ത് മുഴുവൻ ഞാൻ റോളും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെയാണ്. ഇനി ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസിലും ഇതിലൊക്കെ മുക്കുക. അതിനുള്ള ഫില്ലിങ്സിന് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് ഇതിൻ്റെ കോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടി നോക്കുന്നത്. 1.5 സ്പൂണ് മൈദയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി കലർത്തി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല നേർത്തിട്ടായിരിക്കണം ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കാൻ. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ബീഫ് റോൾ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ മുട്ട കൊണ്ട് റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഞാൻ സാധാരണ ഈ മൈദ മാവാണ് എടുക്കാറുള്ളത്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഈ ബ്രെഡ് ക്രംസിലോട്ട് കുറച്ച് കോൺഫ്ലവർ കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റോളായി കഴിഞ്ഞാലും എന്തും നല്ല ക്രിസ്പി ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അത്ര നിർബന്ധമില്ലാത്തൊരു കാര്യമാണിത്. നമുക്കിതുപോലെ ഈ മാവിലോട്ട് മുക്കി ഇതിനെ റോൾ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നല്ലോണം കവർ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ കോട്ടിങ് തയ്യാറാവണം. 2 പ്രാവശ്യം വേണമെങ്കിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ റോളും ഇതുപോലെ ഞാൻ നല്ലതുപോലെ കോട്ടൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ എണ്ണ ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മുടെ റോൾ ഇവിടെ നല്ലതുപോലെ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കി കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വിഭവമായി വരുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.